പാകിസ്ഥാന്റെ വ്യാജ മരുന്നുകളെ ചവറ്റുകുട്ടയിലെറിഞ്ഞ് അഫ്ഗാനിസ്ഥാൻ. കീഴടക്കിയത് ഇന്ത്യയുടെ ഔഷധ വിപ്ലവം. ഇന്ത്യയുടെ പങ്കാളിത്തം വെറും വ്യാപാര ഇടപാടുകളിൽ ഒതുങ്ങുന്നതല്ല. ഔഷധക്ഷാമം രൂക്ഷമായ ഘട്ടങ്ങളിൽ ജീവൻ രക്ഷിക്കുന്ന മെഡിക്കൽ സാമഗ്രികൾ അടിയന്തരമായി അയച്ചുകൊണ്ട് ഇന്ത്യ മനുഷ്യകാരുണ്യത്തിന്റെ ശക്തമായ സന്ദേശമാണ് നൽകിയിരിക്കുന്നത്. വാക്സിനുകൾ, ആംബുലൻസുകൾ, ആധുനിക സ്കാനറുകൾ, അതുപോലെ തന്നെ ദുരന്ത സമയങ്ങളിൽ അടിയന്തര സഹായങ്ങൾ, ഇവയൊക്കെയും ഇന്ത്യ അഫ്ഗാനിസ്ഥാനോട് പുലർത്തുന്ന ദീർഘകാല സൗഹൃദത്തിന്റെ ഭാഗമാണ്. എക്സിൽ ഫസൽ അഫ്ഗാൻ എന്ന പേരിൽ അറിയപ്പെടുന്ന അഫ്ഗാൻ ബ്ലോഗർ പങ്കുവച്ച അനുഭവം, വിലയും ഗുണനിലവാരവും ഒരുമിച്ച് വാഗ്ദാനം ചെയ്യുന്ന ഇന്ത്യൻ മരുന്നുകൾ എങ്ങനെ അവിടുത്തെ ജനങ്ങളുടെ വിശ്വാസം നേടിയെടുക്കുന്നു എന്നതിന്റെ നേരിട്ടുള്ള തെളിവാണ്. പാകിസ്ഥാനിലും തുർക്കിയിലും സാധാരണയായി ഉപയോഗിക്കുന്ന പാരസെറ്റാമോളിനേക്കാൾ 4 ഇരട്ടി വില കുറഞ്ഞ ഇന്ത്യൻ ഗുളികകൾ തലവേദന പെട്ടെന്ന് മാറിയെന്ന അദ്ദേഹത്തിന്റെ കുറിപ്പ് വെറും വ്യക്തിപരമായ അനുഭവം മാത്രമല്ല, അഫ്ഗാൻ ഔഷധ വിപണിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വലിയ തിരിഞ്ഞുനോട്ടത്തിന്റെ സൂചന കൂടിയാണ്. പതിറ്റാണ്ടുകളായി അഫ്ഗാനിസ്ഥാൻ ആരോഗ്യരംഗത്ത് പാകിസ്ഥാനെ ആശ്രയിച്ചിരുന്നുവെന്നത് യാഥാർത്ഥ്യമാണ്. ഭൂമിശാസ്ത്രപരമായ സാമീപ്യവും കുറഞ്ഞ ചിലവിലുള്ള കരമാർഗങ്ങളും പാകിസ്ഥാനെ സ്വാഭാവിക വിതരണക്കാരനാക്കി. എന്നാൽ അതിർത്തി സംഘർഷങ്ങളും രാഷ്ട്രീയ തർക്കങ്ങളും, അതിനൊപ്പം ഗുണനിലവാരത്തെക്കുറിച്ചുള്ള ഗുരുതര പരാതികളും ഈ ആശ്രിതത്വത്തെ ചോദ്യം ചെയ്യാൻ അഫ്ഗാൻ ഭരണകൂടത്തെ നിർബന്ധിച്ചു. പാകിസ്ഥാൻ മരുന്നുകളുടെ നിലവാരത്തെക്കുറിച്ചുള്ള തുറന്ന വിമർശനവും തുടർന്ന് പ്രഖ്യാപിച്ച നിരോധനവും അഫ്ഗാൻ വിപണിയെ പുതിയ വഴികൾ തേടാൻ പ്രേരിപ്പിച്ചു. ഇവിടെയാണ് ഇന്ത്യ അഫ്ഗാനിസ്ഥാന്റെ വിശ്വാസയോഗ്യമായ പങ്കാളിയായി മുന്നോട്ട് വന്നത്. കുറഞ്ഞ വിലയിൽ ഗുണനിലവാരമുള്ള മരുന്നുകൾ നൽകുന്ന ഇന്ത്യയുടെ ഫാർമസ്യൂട്ടിക്കൽ വ്യവസായം ഇതിനകം തന്നെ ആഗോളതലത്തിൽ തന്റെ കഴിവ് തെളിയിച്ച ഒന്നാണ്. അതേ കഴിവും ഉത്തരവാദിത്ത ബോധവും അഫ്ഗാനിസ്ഥാനിലേക്കുള്ള കയറ്റുമതിയിലും ഇന്ത്യ പ്രകടിപ്പിച്ചു. 2024-25 സാമ്പത്തിക വർഷത്തിൽ മാത്രം $100 കോടി മൂല്യമുള്ള ഇന്ത്യൻ മരുന്നുകൾ കാബൂളിൽ എത്തിയത് ഈ വിശ്വാസ ബന്ധത്തിന്റെ ആഴം വ്യക്തമാക്കുന്നുണ്ട്. ഇന്ത്യയുടെ പങ്കാളിത്തം വെറും വ്യാപാര ഇടപാടുകളിൽ ഒതുങ്ങിയില്ല. ഔഷധക്ഷാമം രൂക്ഷമായ ഘട്ടങ്ങളിൽ ജീവൻ രക്ഷിക്കുന്ന മെഡിക്കൽ സാമഗ്രികൾ അടിയന്തരമായി അയച്ചുകൊണ്ട് ഇന്ത്യ മനുഷ്യകാരുണ്യത്തിന്റെ ശക്തമായ സന്ദേശമാണ് നൽകിയത്. വാക്സിനുകൾ, ആംബുലൻസുകൾ, ആധുനിക സ്കാനറുകൾ, അതുപോലെ തന്നെ ദുരന്ത സമയങ്ങളിൽ അടിയന്തര സഹായങ്ങൾ, ഇവയൊക്കെയും ഇന്ത്യ അഫ്ഗാനിസ്ഥാനോട് പുലർത്തുന്ന ദീർഘകാല സൗഹൃദത്തിന്റെ ഭാഗമാണ്. കാബൂളിലെയും മറ്റ് പ്രവിശ്യകളിലെയും ആശുപത്രികളിലും ക്ലിനിക്കുകളിലും ഇന്ത്യൻ സഹായത്തോടെ നിലനിൽക്കുന്നത് ഈ ബന്ധത്തെ കൂടുതൽ ആഴത്തിലാക്കുന്നു. ഇന്ത്യൻ ഫാർമ കമ്പനികൾ ഇന്ന് അഫ്ഗാനിസ്ഥാനിൽ ചെയ്യുന്നത് വെറും മരുന്ന് വിൽപ്പനയല്ല, പ്രാദേശിക ആരോഗ്യ സംവിധാനത്തെ ശക്തിപ്പെടുത്താനുള്ള ദീർഘകാല കാഴ്ചപ്പാടാണ്. സാങ്കേതിക വിദ്യ കൈമാറ്റം, പ്രാദേശിക ഉൽപാദന സൗകര്യങ്ങൾ, പരിശീലനം, ഇവയൊക്കെ ഉൾക്കൊള്ളുന്ന സഹകരണ പദ്ധതികൾ അഫ്ഗാനിസ്ഥാനെ സ്വയം പര്യാപ്തതയിലേക്ക് നയിക്കാനുള്ള ശ്രമങ്ങളാണ്. ഇത് ഒരു വിപണി പിടിച്ചെടുക്കാനുള്ള നീക്കമല്ല, മറിച്ച് ഒരു രാജ്യത്തിന്റെ ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കാനുള്ള പങ്കാളിത്തമാണ്. ഇതിന്റെ ഫലമായി അഫ്ഗാൻ ഫാർമസികളിലെ ഷെൽഫുകളിൽ ഇന്ന് ഇന്ത്യൻ മരുന്നുകൾ കൂടുതൽ ഇടം പിടിക്കുകയാണ്. ഒരു കാലത്ത് ആധിപത്യം പുലർത്തിയ പാകിസ്ഥാനി ബ്രാൻഡുകൾ പിന്നോട്ട് പോകുമ്പോൾ വിലയും വിശ്വാസ്യതയും ഒരുമിച്ച് നൽകുന്ന ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ മുന്നിലെത്തുന്നു. ഫസൽ അഫ്ഗാന്റെ അനുഭവം പോലെ സാധാരണ ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ തന്നെ ഈ മാറ്റം അനുഭവപ്പെടുന്നു. അതിനാൽ അഫ്ഗാനിസ്ഥാനിലെ ഔഷധ വിപണിയിൽ ഇന്ത്യയുടെ ഉയർച്ചയെ വെറും വ്യാപാര വിജയമായി കാണാൻ കഴിയില്ല. അത് വിശ്വാസത്തിന്റെ, ഉത്തരവാദിത്തത്തിന്റെ, മനുഷ്യ കേന്ദ്രീകൃതമായ നയത്തിന്റെ, രാഷ്ട്രീയ അനിശ്ചിതത്വങ്ങളും വെല്ലുവിളികളും നിറഞ്ഞ ഒരു പ്രദേശത്ത് ഇന്ത്യ ആരോഗ്യരംഗത്ത് കൈപിടിച്ചുയർത്തുന്ന ഒരു പങ്കാളിയായി മാറുകയാണ്. വില കുറഞ്ഞ ഒരു പാരസെറ്റാമോൾ ഗുളികയിൽ നിന്നും ആരംഭിച്ച കഥ ഇന്ന് 2 രാജ്യങ്ങൾ തമ്മിലുള്ള ശക്തമായ മനുഷ്യബന്ധത്തിന്റെ പ്രതീകമായി വളർന്നിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.